എത്ര പിടിച്ചു വയ്ക്കാൻ ശ്രമിച്ചാലും നമുക്ക് നഷ്ടപ്പെടുന്ന ചിലതുണ്ട്. അതിലൊന്നാണ് നമ്മുടെ ജീവിതം. എരിഞ്ഞൊടുങ്ങിയ ഇന്നലകൾ ഇനി വരില്ല. നാളെ നമുക്കെത്തുമോ എന്ന ഉറപ്പുമില്ല. ജീവിക്കാനുള്ള വക കണ്ടെത്തുന്നതിനിടെ ജീവിക്കാൻ മറന്നുപോകരുത്. സമ്പാദിക്കുന്നതിനിടയിൽ സന്തോഷിക്കാനുള്ള സമയവും കണ്ടെത്താൻ മറക്കരുത്. ജീവിക്കാൻ വേണ്ടി സമ്പാദിക്കുന്നവരും സമ്പാദിക്കാൻ വേണ്ടി ജീവിക്കുന്നവരും തമ്മിൽ വലിയ അന്തരമുണ്ട്. വരുമാനത്തിലും നിക്ഷേപത്തിലും മുതൽ മുടക്കിലുമെല്ലാം പണത്തിൻ്റെ ലേബൽ ഒട്ടിക്കുമ്പോൾ യഥാർത്ഥ സമ്പത്ത് പലതും അപ്രത്യക്ഷമാകും. കഷ്ടപ്പാടിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും മികവ് അതിൻ്റെ പ്രതിഫലവുമായി ബന്ധപ്പെട്ടിരിക്കും. നിലവിലുള്ള കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ വരാനിരിക്കുന്ന ഉത്സവങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കരുത്. പ്രകാശം പരക്കട്ടെ. നേരുന്നു പ്രതീക്ഷയുടെ പ്രത്യാശയുടെ പൊൻപുലരി. ഇറ്റ്സ് മീ മുഹമ്മദ് ഷാറൂഖ്. ജീവിത മൂല്യം. ഒരു ക്ലാസ് മുറിയിൽ ഒരു മാഷ് ക്ലാസ്സിലെത്തിയത് 500 രൂപയുടെ നോട്ട് ഉയർത്തിപ്പിടിച്ചായിരുന്നു. നോട്ട് ആർക്ക് വേണമെന്ന് ചോദിച്ചപ്പോൾ കുട്ടികൾ ഒരേ സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, എനിക്ക് വേണം, എനിക്ക് വേണം. മാഷ് നോട്ട് കയ്യിലിട്ട് ചുരുട്ടി ആകെ ചൊളിഞ്ഞുപോയ നോട്ട് ഉയർത്തിപ്പിടിച്ച് പിന്നെയും ചോദിച്ചു, ഇനി ഇത് ആർക്ക് വേണം ഈ നോട്ട്? അപ്പോഴും ഒരേ സ്വരത്തിൽ അതേ മറുപടി, എനിക്ക് 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 വേണമെന്നുള്ളത്. നോട്ട് താഴെയിട്ട് പൊടിയിൽ പുരട്ടി നിലത്തിട്ട് ചവിട്ടി ആകെ മുഷിഞ്ഞിട്ടും ആ രൂപയോടുള്ള കുട്ടികളുടെ ഇഷ്ടത്തിന് ഒരു കുറവുമില്ല. അതിൻ്റെ കാരണം ചോദിച്ചപ്പോൾ അവർ മറുപടി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, മാഷേ, മുഷിഞ്ഞാലും ആ രൂപയ്ക്ക് മൂല്യം കുറയുന്നില്ലല്ലോ. സുഹൃത്തുക്കളെ, ഈ രൂപയോട് പുലർത്തുന്ന സ്നേഹം നിങ്ങളുടെ ജീവിതത്തോടും പുലർത്തണം. ചിലപ്പോൾ മണ്ണ് പുരണ്ടേക്കാം, അഴുക്കായേക്കാം, വേദനിച്ചേക്കാം, വലിച്ചെറിയപ്പെട്ടേക്കാം. അപ്പോഴും നിങ്ങൾ ഓർക്കണം, ജീവിതത്തിന് വലിയ മൂല്യമുണ്ടെന്ന്. ചെളി പുരണ്ടാലും നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ സ്നേഹിച്ചു കൊണ്ടേയിരിക്കണം. വേറെ ആരും സ്നേഹിക്കാനില്ലാത്തപ്പോഴും നിങ്ങളെങ്കിലും നിങ്ങൾക്ക് വേണം. നമ്മൾ നമ്മെ അറിയാനും സ്നേഹിക്കാനും തുടങ്ങുമ്പോൾ പിന്നെ താരതമ്യങ്ങളിലൊന്നും താല്പര്യമില്ലാതാകും. അഭിമാനമുള്ളതും അഹന്തയില്ലാത്തതുമായ ജീവിതം പകരം വരും. സ്വന്തം സാധ്യതയെ തിരിച്ചറിയുമ്പോൾ ജീവിച്ചതും ജീവിക്കാമായിരുന്നതുമായ ആയുസ് തെളിഞ്ഞു വരും. അടുപ്പവും അകൽച്ചയും അഭിനിവേശങ്ങളും വിലയിരുത്തപ്പെടും. ചെളിയായാലും ജീവിതത്തെ ഉപേക്ഷിക്കാതെ, ചെളിയോടെ ജീവിതത്തെ ബാക്കി വയ്ക്കാതെ കഴുകിയെടുക്കുന്നതിലാണ് വിജയം